പിന്നെ ഇതുവരെ സഞ്ജുയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 4.5 സംഘത്തിൻ്റെ കൂടെ ചെയ്തപ്പോൾ വ്യത്യസ്തമായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു നല്ലൊരു റേഞ്ച് ഓഫ് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരു സ്കൂൾ ലൈഫ് മുതൽ പ്ലേ ചെയ്യുക എന്ന് പറയുന്നത്, സ്കൂൾ ലൈഫ് മുതൽ ഒരു mid-40s വരെ പ്ലേ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് 1000 Babies ആണ്. അപ്പോൾ 1000 Babies കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ലീനായിട്ടും ഒക്കെ ഇരിക്കുന്നത് എന്നെക്കാട്ടിലും 1-2 വയസ്സ് മൂത്തതാണെന്നുള്ളൂ. ഇവരൊക്കെ കുറച്ച് മൂത്തതാണ്. നീ എന്നൊക്കെ മൂത്തല്ലേടാ? അപ്പോൾ എനിക്ക് 45 3 വയസ്സ് മൂത്ത. ഈ സ്കൂൾ പോർഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലൈക്ക് വെയിറ്റ് കുറയ്ക്കാൻ. ശ്രീനാഥൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ശ്രീനാഥ് പക്ഷെ അങ്ങനെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്ന ഒരു സീൻ. ഭയങ്കരമായിട്ട് സഞ്ജു ബ്രോഡാണ് ഞങ്ങൾക്ക് കൂട്ടത്തില് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്ക ഒരു ഫിലിമില് ഗുണ്ടാ സംഘത്തിന്റെ കൂടെ പോയിട്ട് ആക്ടിങ് പഠിച്ച പോലെ നിങ്ങൾ അത് സിനിമയല്ലേ ബെസ്റ്റ് ആക്ടർ അതുപോലെ ഇതില് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ആൾക്കാരെ ഏറ്റവും എഫർട്ട് എടുത്ത പുള്ളിയാണ്. അല്ല, അത് ഞാൻ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയും, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലായിരുന്നു. ഞാൻ 1000 Babiesന്റെ ഷൂട്ട്, ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു 20 ദിവസം ഒരു കഷ്ടി December 23rd കഴിയുന്നു. ഇത് January 16th തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ സ്കൂൾ പോർഷനിലാണ് തുടങ്ങുന്നത്. അപ്പം എനിക്കറിയാം ഇവർ വളരെ ലൈക്ക് എനിക്ക് ഇവരോട് പിടിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ CCL ട്രെയിനിങ്ങിന് പോകുമായിരുന്നു. CCL ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പക്ഷെ ആ സമയത്ത് എനിക്കിപ്പോഴും ഒരു 18 വർക്കൗട്ട് ഡേയ്സ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ആ വർക്കൗട്ട് ഡേയ്സ് ഞാൻ ഒരുപാട് ഓവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അതെനിക്ക് ഇതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ട് ഞാൻ ഈ ജിമ്മിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ലീഡ് ആക്ടർ, ഒരു ജയേട്ടൻ ആക്ടർ ജയേട്ടൻ ആ ജിമ്മിലായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്, കത്തനാറിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു പടവും ഇല്ലാതെ എഴുതിയിരിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്നപ്പോൾ റെഗുലറായിട്ട് കണ്ടപ്പം ചേട്ടൻ ചോദിച്ചു ഏത് പടത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത്. അയ്യോ, അങ്ങനെ ഒരു പടമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ ഇല്ല, ഞാൻ ചെയ്യുന്നു, നമ്മൾ റെഡി ആയിട്ടിരിക്കണം അല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് അതിനൊരു ഉത്തരം കിട്ടി. അത് ലൈക്ക് വൈ വി ഷുഡ് ഡു ഇറ്റ്, നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാനത് മുടക്കിയിട്ടില്ല, അത് റെഗുലറായിട്ട് പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സിനിമ ചെയ്യാനും, നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനും. പക്ഷെ നമ്മളുടെ ഒരു ഏജും കാര്യങ്ങളും കടന്നു പോകും. ഞാനിപ്പോൾ ഇൻഡസ്ട്രി വന്നിപ്പോൾ ഒരു ഏകദേശം 12 yearsോളായി. അപ്പം അത് ഞാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് പിടിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അത് ഫോളോ ചെയ്ത് വന്നിരുന്നു. അതിലെനിക്ക് കിട്ടിയൊരു അവസരം എന്ന് പറയുന്നത് ഒരു പരിധി വരെ കുറച്ച് 1000 Babiesലും 4.5 സംഘത്തിലുമാണ്. അപ്പം ഈ ഒരു 4 സ്റ്റേജ് പ്ലേ ചെയ്യാൻ പറ്റുക 1983 എന്നെ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയാണ്. അതിലും നമുക്ക് അങ്ങനത്തെ ഒരു കഥ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൊതിച്ചിട്ടുണ്ട്. കാരണം പല വലിയ വലിയ ആക്ടേഴ്സ് ചെയ്ത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റണം, അതുപോലെ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടണം. ആ ചാൻസ് എനിക്ക് കിട്ടിയത് 4.5 സംഘത്തിലാണ്. അത് കൃഷാന്തുമായിട്ടുള്ള ഒരു 10 വർഷത്തിന് മേലായിട്ടുള്ളൊരു അസോസിയേഷനാണ്, ഒരു സുഹൃത്താണ്. ഞാൻ ടൊവിയാണ് എന്നെ ഒരിക്കൽ കൃഷാന്തിനെ പരിചയപ്പെടുന്നതും. ഇങ്ങനൊരാളൊരു കഥ പറഞ്ഞു. അപ്പം ടൊവി ഉണ്ട്, ഞാനുണ്ട്, അപ്പോൾ പുള്ളി ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ബോംബെയിൽ വെച്ചിട്ട് ഞാൻ കണ്ടു. 2014ലാണ് കണ്ടത്, 2015ലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൃഷാന്തിനെ കണ്ട്, അന്ന് കൃഷാന്ത് പറഞ്ഞ കഥകളിൽ ഒരു കഥയായിരുന്നു ഇത്. അങ്ങനെ കുറേ കഥകൾ അന്ന് മുതലുള്ള ഒരു നമ്മളുടെ ചർച്ചകളാണ്. 2021 2021 ഈ സോണി ലിവ് മലയാളത്തിൽ സീരീസ് നോക്കുന്നത്. അത് നമ്മുടെ ഒരു സുഹൃത്ത് ആണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ് ലൈക്ക് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് പിച്ച് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും പിന്നീടൊരു 4 years ജേണിയാണ് ഇപ്പം ഇവിടെ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇത് പ്രസൻറ്റ് ചെയ്തിരുന്ന കൃഷാന്തായിരുന്നു. കൃഷാന്ത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സ്ലോട്ട് കിട്ടി. പക്ഷേ ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി കൃഷാന്തിനൊരു പേഴ്സണൽ എമർജൻസി ഉണ്ടായിരുന്നു. വൈഫിനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് കൃഷാന്തിന് പോകേണ്ടി വരികയും ഇത് പ്രസൻറ്റ് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായി. കാരണം ഒരു ഡിലമയിലായിപ്പോയി.
അങ്ങനെ വന്ന് ഞാനും കൃഷാന്ത് എനിക്ക് വന്ന് ആദ്യമായിട്ട് വഴക്കാവുന്ന ഒന്നാണ്. കൃഷാന്ത് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് ഞാൻ വേണേൽ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാം, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനത് പ്രസൻറ്റ് ചെയ്തു. ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ട് ഞാൻ അവരോട് അവസാനം പറഞ്ഞത്, ഈ കഥ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്, കൃഷാന്ത് ഇതിൽ നന്നായിട്ട് നെറേറ്റ് ചെയ്യുന്നതാണ്. അന്ന് അവർ പറഞ്ഞു നമുക്കിത് ഇഷ്ടപ്പെട്ടു, വിൽ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് കൃഷാന്ത് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്തൊരു സംഭവം. പിന്നെ അതിനുശേഷം ഭയങ്കര ടഫായിരുന്നു ഈ ഒരു ജേർണി. ഒരു 4 years നമ്മളെടുത്തു. അതെനിക്കൊന്ന് കൃഷാന്ത് അത് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ. കൃഷാന്ത് അതിന് കറക്റ്റ് ഭയങ്കര പ്രൊഫഷണലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അതെ, ആ എടുത്ത എഫേർട്ട് ഈ ഫിലിമിൽ എന്തായാലും റിസൾട്ടിലൂടെ എന്തായാലും കിട്ടട്ടെ. അതെ അത് കാരണം അത് ഈ ഒരു വലിയ സീരീസ് ആയി ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്ന ബജറ്റിന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലത്, അതിനേക്കാൾ അപ്പുറമാണ്. ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഓവർ 100 days ഓഫ് ഷൂട്ട് നമ്മൾ വിചാരിച്ച്, ഞാൻ പലപ്പോഴും ഞാൻ അസോസിയേറ്റിനോട് ചോദിച്ചു, ഇത് കഴിയുമോ, നമ്മുടെ പരിപാടി തീരുമോ? എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ തീർക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ നമ്മളിങ്ങനെ സീസൺ 1 സീസൺ 2 അങ്ങനെ സീസൺ 1 ഷൂട്ട് ചെയ്തു. ആഫ്റ്റർ സക്സസ് നമ്മൾ സീസൺ 2 സീസൺ 2 എന്തായാലും ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് പിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സോണിയിൽ പിച്ച് ചെയ്തു. ഓക്കേ, അപ്പം ആക്ച്വലി ദിസ് വാസ് സപ്പോസ്ഡ് ടു ബി ദ ഫസ്റ്റ് സീരീസ് ഓഫ് സോണി ലിവ്. ഒരുപാട് നല്ല കാസ്റ്റ്, ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ദർശന, വിജയരാഘവൻ സാർ, ഒരുപാട് നല്ല കാസ്റ്റ് ഉള്ള ഒരു വെബ് സീരീസ് ആണ്. പക്ഷേ ഒരു വെബ് സീരീസിൽ ഫസ്റ്റ് ആയിരിക്കും ഇത്രയും വലിയ ഹക്കീമുണ്ട്. നിങ്ങൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഹക്കീം ഷാ. നമ്മൾ ഹക്കീമിന്റെ കാര്യം പറഞ്ഞു. ഹക്കീമുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, വിഷ്ണു അഗസ്തി ഉണ്ട്, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ആക്ടേഴ്സിൻ്റെ നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്നൊരു സീരീസാണ്. പിന്നെ മറ്റൊരു സർപ്രൈസ് പാക്കേജ് ഉണ്ട്, അത് നമ്മൾ ഇപ്പോൾ പറയില്ല. ഇതിനകത്തൊരു വലിയ കഥാപാത്രം ചെയ്തിരിക്കുന്നത് വേറൊരു പുള്ളിയാണ്. ആ പുള്ളി പറയില്ല, അത് നിങ്ങൾ അല്ലേ, അത് ഓഡിയൻസ് കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ. പക്ഷേ അതൊരു കാര്യം, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയെന്ന് വെച്ചാൽ പുള്ളി അത് കഥാപാത്രം ചെയ്തിട്ട് വന്ന് പറഞ്ഞു, ഈ അഭിനയം അത്ര മോശം പണിയല്ല, അത്ര എളുപ്പപ്പണിയല്ല, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതാരാണെന്ന് ഓഡിയൻസ് കാണണ്ടേ. ഇവര് പോലും കണ്ടില്ലേ സർപ്രൈസ്ഡ് ആവുന്നത്. 4 സംഘം ഒരു നല്ല 1.5 കിടിലൻ സംഘമായിട്ട് അറിയപ്പെടട്ടെ. ഒരുപാട് പേര് ചർച്ച ചെയ്യട്ടെ. ഒരുപാട് ഗ്യാങ് ഉണ്ടാവും അല്ലേ, എല്ലാ ബോയ്സിലും ഗേൾസിലും ഒക്കെ ഒരുപാട് ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്യാങ് വളരെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കിടയിലും ഒരു ചർച്ചാ വിഷയം ആകുന്നൊരു ഗ്യാങ് ആവട്ടെ. വളരെ നല്ല സക്സസ് ആവട്ടെ. കൂടുതൽ മൂവി എല്ലാവർക്കും. ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ആളാവണം, ഒരു 10 പേരെ പീഡിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ കോൺസിക്വൻസസ് ഇതിന്റെ അകത്ത്. അതെ, കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ചില സിനിമ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചത് ഇത് ഗുണ്ടയാവണം അല്ലെങ്കിൽ ഡോൺ ആവണം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് തോന്നും. കാരണം അത് ഭയങ്കര ഹീറോയിസമാണ്. പക്ഷെ അതിൻ്റെ ഒരു റൂട്ട് ഇത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നും അല്ലെങ്കിൽ അത് പക്ഷേ ഇവരുടെ സാഹചര്യമുണ്ട്, ഓരോ സാഹചര്യം നമ്മൾ ഇതിനകത്ത് പറയുന്ന സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ആ സർക്കംസ്റ്റാൻസസ് ആണ് ഇവരെ അങ്ങനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്നത്. റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉത്സവം നടത്തണം, ഇതെല്ലാം റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാർ നോക്കുന്നത് എങ്ങനെ ആൾക്കാർ നമ്മളെ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഒരു ചേരിയിൽ വളർന്ന ഇവർക്ക് അങ്ങനത്തെ അക്നോളജ്മെൻറ്റ് കിട്ടാറില്ല. ഇവർ അതിനകത്ത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളെ പല തെറിയും അല്ലെങ്കിൽ അവഗണിച്ചുമാണ് സ്കൂളിലും പോലും കാണുന്നത്. അതൊന്നും എവിടെ ഇല്ലാത്തതല്ല, ഇന്നും പലയിടത്തും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല സാഹചര്യങ്ങളാണ് പല കുട്ടികളെ പലതരത്തിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് 4 സംഘം. അപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും, ഒരു കുട്ടികൾക്കും റിലേറ്റബിൾ ആയിരിക്കും. ഭയങ്കര ഫണ്ണുണ്ട്, എന്നാൽ നല്ല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല പെർഫോമൻസസ് ഉണ്ട്. സോ ഓവറോൾ ഇറ്റ് വിൽ ബി ഫൺ. അതെ, അപ്പോൾ എല്ലാവരും അറിയപ്പെടാനും റെസ്പെക്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് തരികടകളൊക്കെ കാണിക്കുന്നു. അപ്പം ഇതിൽ ഈ സംഘം ഒരുപാട് കാട്ടിക്കൂട്ടലുകളിൽ കാണിച്ച് ഒരുപാട് പെടലുകളിൽ പെട്ടു. അത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് പാടാവട്ടെ. അതായത് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അറിയപ്പെടാൻ വേണ്ടിയിട്ടോ ഒരുപാട് കാട്ടിക്കൂട്ടി വല്ലാത്തൊരു പെടലിൽപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഘമാണല്ലോ. വല്ലാതെ പെട്ടുപോയില്ലേ? വല്ലാതെ പെട്ടു. എനിക്ക് എന്തറിയോ, വീട്ടിൽ നിന്ന് പശുവിനെ അഴിക്കുകയും ചെയ്ത് ഇവിടെ കൊണ്ട് കെട്ടാൻ അറിയില്ല, ആ ഒരു അവസ്ഥയായി പോയി.